ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൽ ഫജ്രി വലയാലിൻ അശ്ർ വശഫ്ഇ വൽ വത്ർ. ഏറ്റവും സ്നേഹം നിറഞ്ഞ അബ്ദുറഹ്മാൻ മുസ്ലിയാർ, മറ്റ് ഈ പ്രസംഗം ശ്രവിക്കുന്ന സഹോദര സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പറയുന്നതും കേൾക്കുന്നതും ഒക്കെ ഒരു പൊരുത്തപ്പെട്ട അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഇന്ന് അൽ ഫുർഖാൻ എന്ന ഓൺലൈൻ ക്ലാസ്സിൽ ഉളഹിയ്യത്തിനെ കുറിച്ചും അതുപോലെ ദുൽഹജ്ജ് മാസത്തിന്റെ പവിത്രതയെക്കുറിച്ചും ചെറിയൊരു ക്ലാസ് എടുക്കണമെന്ന് നമ്മളെ ഹാഫിള് PC അബ്ദുറഹ്മാൻ മുസ്ലിയാർ വിനീതനായ എന്നോട് പറഞ്ഞപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കറിയുന്ന മാതിരി ഒരു ക്ലാസ് എടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അൽഹംദുലില്ലാഹ് ഇപ്പൊ നമുക്ക് ആ ക്ലാസ് എടുക്കേണ്ട സമയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ഖൈറായ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പവിത്രമായ ദുൽഹജ്ജ് മാസം, ആ മാസം കടന്നു വരുമ്പോൾ നമുക്കൊക്കെ സന്തോഷമാണ്, നമുക്കൊക്കെ ആനന്ദമാണ്. കാരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ധാരാളം നന്മകൾ, ധാരാളം ഖൈറുകൾ, ധാരാളം ഗുണങ്ങൾ അത് ചെയ്യാൻ ഏറ്റവും പവിത്രമായ ദിനരാത്രങ്ങളാണ് ദുൽഹജ്ജ് മാസത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ആ മാസങ്ങളിലുള്ള പുണ്യങ്ങളും ആ മാസത്തിലുള്ള പുണ്യങ്ങളും നേട്ടങ്ങളും ഒക്കെ കൈവരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആദ്യമായി ഉളുഹിയ്യത്തുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ദുൽഹജ്ജിന്റെ പവിത്രതയും അതിലുള്ള അമലുകളൊക്കെ ഇൻഷാ അല്ലാഹ് അവസാനത്തിൽ പറയാം. ഉളുഹിയ്യത്ത്, അതുപോലെ ബലിപെരുന്നാള്, ദുൽഹജ്ജിന്റെ ദിനരാത്രങ്ങൾ, ഇതൊക്കെ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ മൂന്ന് മഹത്തുക്കളെ കുറിച്ച് നമുക്ക് അനുസ്മരിക്കൽ നിർബന്ധമായി വരുന്നു. അഥവാ ഒന്ന് ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, അവിടുത്തെ പ്രിയ പത്നി ഹജറ ബീവി റളിയല്ലാഹു അൻഹ, അവിടുത്തെ പുത്രൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം. ഈ മൂന്ന് മഹത്തുക്കളുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ് ദുൽഹിജ്ജ മാസത്തിൽ ഹജ്ജിന്റെ വേളയിലാണെങ്കിലും പെരുന്നാൾ ദിവസത്തിലാണെങ്കിലും അതുപോലെ ഉളുഹിയ്യത്തുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണെങ്കിലും ഒക്കെ ആ മൂന്ന് മഹത്തുക്കളുടെ ചരിത്രങ്ങളും വിശേഷങ്ങളും അതിൽ പ്രധാനമാണ്. ഉളുഹിയ്യത്തിനെ കുറിച്ച് തന്നെ പറയുമ്പോൾ ഞാൻ ചരിത്രങ്ങളും മറ്റ് വിഷയങ്ങളൊന്നും ദീർഘിപ്പിച്ച് പറയുന്നില്ല. അതിൻ്റെ ചരിത്രം വരുന്നത്
മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവരുടെ പുത്രൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അറുക്കാനുള്ള അള്ളാഹുവിന്റെ വക്കൽ നിന്നുള്ള ഓർഡർ, അത് അമ്പിയാക്കന്മാർക്കുള്ള ഒരു പരീക്ഷണവും അവരുടെ വിഷയത്തിൽ അള്ളാഹു തആല നൽകുന്ന ചില കാര്യങ്ങളുമാണ്. അതിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അറുക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടായപ്പോൾ ആ കൽപ്പന ശ്രദ്ധ വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാം തയ്യാറെടുക്കുകയും ചെറിയ കുട്ടിയായിരുന്ന ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയും കൂട്ടി മിനാ തായ്‌വാരയിലേക്ക് അറുക്കാൻ വേണ്ടി പോയപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സന്നദ്ധതയും സത്യസന്ധതയും ആത്മാർത്ഥതയും അർപ്പണബോധവും അള്ളാഹുവിനിക്ക് ബോധ്യപ്പെട്ടു. അള്ളാഹു പറഞ്ഞു, ഖസ്സദ്ദഖ്ത യാ ഇബ്രാഹിം, നിങ്ങളോട് കൽപ്പിച്ച ആജ്ഞാപിച്ച കാര്യം നിങ്ങൾ 100% സത്യസന്ധമായി അതിനെ ഉൾക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇനി നിങ്ങൾ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ അറുക്കേണ്ട കാര്യമില്ല. ആ മകനിക്ക് പകരം ഒരു ആടിനെ അറുത്താൻ മതി എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന ആടിനെ കൊടുത്തയക്കുകയും ഫദൈനാഹു ബിദ്ബിഹിൻ അളീം, ഒരു വമ്പിച്ച ബലികർമ്മം അവിടെ അതാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ അള്ളാഹു കൊടുത്തയച്ച ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന ലഭിച്ച ആ ആടിലൂടെ നിർവഹിക്കുകയും ആ ചരിത്രത്തെ അയവിറക്കിക്കൊണ്ടാണ് എല്ലാ വർഷത്തിലും ഉളുഹിയ്യത്ത് എന്ന് പറയുന്ന കർമ്മം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഹജ്ജിന്റെ വേളയാണെങ്കിലും ഉളുഹിയ്യത്താണെങ്കിലും ബലിപെരുന്നാൾ ദിവസമാണെങ്കിലും ഒക്കെ ഈ 3 മഹത്തുക്കളെ സ്മരിക്കാതെ നമുക്ക് അത്തരം കാര്യങ്ങൾ നിർവഹിക്കാനോ ആഘോഷിക്കുവാനോ കഴിയുന്നതല്ല. മഹാന്മാരെ സ്മരിക്കല് അത് തെറ്റാണെന്ന് പറയുന്ന ആളുകൾക്ക് ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ നിർവഹിക്കാൻ കഴിയും എന്നതാണ് നമ്മുടെ മറ്റൊരു ചിന്ത. ഏതാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹത്തുക്കളുടെ ബറക്കത്ത് കൊണ്ട് നമുക്ക് ഈമാനും ഹിദായത്തും തഖ്വയും വർദ്ധിപ്പിച്ചെറുമാറാവട്ടെ. ഇനി ഇൻഷാ അല്ലാഹ് നേരെ ഉളുഹിയ്യത്തിന്റെ കാര്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എന്താണ് ഉളുഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ? നമുക്കൊക്കെ അറിയാം, പ്രത്യേക നിബന്ധനകൾ അനുസരിച്ച് ദുൽഹജ്ജ് 10, 11, 12, 13 ഈ ദിവസങ്ങളിൽ ബലി നടത്തപ്പെടുന്ന മൃഗത്തിനാണ് ഉളുഹിയ്യത്ത് എന്ന് പറയുന്നത്. അതുപോലെ ആ കർമ്മത്തിന് ഉളുഹിയ്യത്ത് എന്ന് പറയും. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഉളുഹിയ്യത്തിന്റെ വിധി അതെന്താണ്? അത് സുന്നത്താണ്. ഷാഫി മദ്ഹബില് അത് ശക്തമായ സുന്നത്താണ്. ഹനഫി മദ്ഹബില് അത് നിർബന്ധമാണ്. എന്നാൽ ആർക്കാണ് ഈ സുന്നത്ത് ബാധകമാകുന്നത്? ബലിപെരുന്നാൾ ദിനത്തിൽ തന്റെയും താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെയും ആവശ്യങ്ങൾ കഴിച്ച് ഉളുഹിയ്യത്ത് നിർവഹിക്കാൻ ആവശ്യമായ സമ്പത്ത് ഒരാളുടെ കൈവശമുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് പ്രായപൂർത്തിയും ബുദ്ധിയും സ്വതന്ത്രനുമായ മുസ്ലിമാണെങ്കിൽ അവനിക്ക് ഉളുഹിയ്യത്ത് അറക്കൽ സുന്നത്താണ്. ഉളുഹിയ്യത്ത് ഒരാൾ നേർച്ചാക്കിയാൽ അത് നിർബന്ധമാകും. അടിസ്ഥാനപരമായി അതിന്റെ വിധി അത് സുന്നത്താണ്. അപ്പോ ബലിപെരുന്നാൾ സുദിനത്തിൽ ഒരു വ്യക്തി പ്രായപൂർത്തിയും ബുദ്ധിയും ഉള്ള ഒരു മുസ്ലിമായ വ്യക്തി, ആ വ്യക്തിന്റെ കൈവശം ആ ദിവസം അവനിക്കും അവൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവർക്കുമുള്ള
ആവശ്യമായ കാര്യങ്ങൾക്കുള്ള പൈസ കഴിഞ്ഞിട്ട് ഒളുഹിയത്ത് അറക്കാൻ മാത്രം അത് ഒരു മൃഗത്തെ അറക്കുകയോ അല്ലെങ്കിൽ ഓഹരിയിൽ കൂടാൻ പറ്റിയ തരത്തിൽ പിന്നെ അവനിക്ക് ഒളുഹിയത്ത് അറക്കാൻ സാധിക്കുകയോ ചെയ്യുന്നുണ്ട് എങ്കിൽ അവനിക്ക് ഒളുഹിയത്ത് അറക്കൽ സുന്നത്താണ്. അത് വളരെ ശക്തമായ സുന്നത്താണ്. അത് ഒളുഹിയത്ത് അറക്കാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടായിട്ട് അത് അറക്കാതിരിക്കല്, അത് ഉപേക്ഷിക്കല് കറാഹത്താണ് എന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ കാര്യം നാം വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ഒളുഹിയത്ത് അറക്കുന്നത് മുഖേന നമുക്ക് പരലോകത്തെത്തുമ്പോൾ ആ ഒളുഹിയത്ത് അറുത്ത മൃഗം അത് നമുക്ക് ശുപാർശക്ക് വരികയും സ്രോത്ത് പാലത്തിലൂടെ നമുക്ക് അതിന്റെ മുകളിലൂടെ സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കുകയും ചെയ്യുമെന്ന് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് പറഞ്ഞു, അഹ്സിനു ലഹായാക്കും ഫഇന്നഹാ അലസ്സിറാത്തി മതായാക്കും. നിങ്ങൾ നല്ല മൃഗത്തെ, മാംസവും നല്ല ചൊടിയുമുള്ള മൃഗത്തെ നിങ്ങൾ ഉളുഹിയത്തറക്കുക. കാരണം അത് നിങ്ങൾക്ക് സിറാത്ത് പാലത്തിലൂടെ വിട്ടുകടക്കാനുള്ള വാഹനമാണെന്ന് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. തന്നെയുമല്ല, ബലിപെരുന്നാൾ ദിവസത്തിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന അമലുകളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഉളുഹിയത്തറക്കുക എന്നുള്ളത്. ഉളുഹിയത്ത് മൃഗത്തിന്റെ രക്തം ഭൂമിയിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് തന്നെ ആ ഉളുഹിയത്ത് എന്ന് പറയുന്ന കർമ്മം അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ള ഒരു അമലായിക്കൊണ്ട് അതിനെ അള്ളാഹു രേഖപ്പെടുത്തുന്നതാണെന്ന് മഹദിയായ ആയിഷ ബി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാം. അതുകൊണ്ട് ആ ഉളുഹിയത്തിന് സാധിക്കുന്നവരൊക്കെ, ഒരു മൃഗത്തിന് കഴിയുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അയാൾ കൂടിയിട്ടുള്ള ഓഹരിയിൽ സാധിക്കുമെങ്കിൽ അങ്ങനെ ആ ഉളുഹിയത്ത് കർമ്മം നാം നിർവഹിക്കാൻ നാം പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഇനി ഉളുഹിയത്ത് എപ്പോഴാണ് അറക്കേണ്ടത്? അത് ബലിപെരുന്നാൾ സുദിനത്തിൽ സൂര്യോദയത്തിന് ശേഷം നിർബന്ധമായ ഘടകങ്ങളുള്ള 2 റക്അത്ത് നിസ്കാരവും 2 ഖുതുബയും നിർവഹിക്കാൻ ആവശ്യമായ സമയം കഴിയുന്നതോടുകൂടി ഉളുഹിയത്തിന്റെ സമയമായി. സൂര്യൻ ഉദിച്ച് 7 മുഴം ഉയർന്ന് പിന്നീട് ഈ പറഞ്ഞ നേരിയ 2 ഖുതുബയും ഒരു നിസ്കാരവും, അതിനാവശ്യമുള്ള 2 റക്അത്ത് നിസ്കാരവും അതിന്റെ ശേഷം നിർബന്ധമായ ഘടകങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള നേരിയ നിലക്കുള്ള 2 ഖുതുബയും നിർവഹിക്കാനുള്ള സമയം, അത് കഴിഞ്ഞാൽ ഈ ഉളുഹിയത്തിന്റെ ടൈമായി. ദുൽഹജ്ജ് 10, 11, 12, 13 ഈ ദിവസങ്ങളിലൊക്കെ ഉളുഹിയത്തറക്കാം. 13ന്റെ അന്ന് സൂര്യാസ്തമയത്തോടു കൂടി അതിന്റെ സമയം കഴിയും. എത്ര മൃഗങ്ങൾ ഉളുഹിയത്തറക്കാനുണ്ടെങ്കിലും ഹൈറായ കാര്യങ്ങൾ വേഗം ചെയ്യുക എന്ന നിലക്ക് എല്ലാം ആദ്യത്തെ ദിവസം തന്നെ അറുക്കലാണ് പ്രത്യേകമായ സുന്നത്ത്. പിന്നെ നാം ശ്രദ്ധിക്കേണ്ടത്, ഉളുഹിയത്തിന്റെ സമയം അവസാനിച്ചാൽ പിന്നീട് നമ്മൾ ഉളുഹിയത്ത് അറുത്താൽ അത് ഉളുഹിയത്തായി പരിഗണിക്കുന്നതല്ല. നേരെ മറിച്ച് നാം ഉളുഹിയത്ത് അറക്കാൻ നേർച്ചയാക്കിയിട്ടുണ്ട് എങ്കിൽ സമയം അവസാനിച്ചാലും നേർച്ചയാക്കിയത് കൊണ്ട് അതിനെ നാം അറുക്കൽ നമുക്ക് നിർബന്ധമാണ്. ഇനി ഏതെല്ലാം മൃഗങ്ങളാണ് ഉളുഹിയത്ത് അറക്കാൻ പറ്റിയത്? ആട്, മാട്, ഒട്ടകം, ഈ മൃഗങ്ങളൊക്കെ, മാട് എന്ന് പറയുമ്പോൾ പോത്ത്, മൂരി, പശു ഇതൊക്കെ ആ ഗണത്തിൽപ്പെടും. അപ്പൊ ഇതൊക്കെ ഉളുഹിയത്തിന് പറ്റിയ മൃഗങ്ങളാണ്. അതിൽ ആടും അതുപോലെ മാടും ഒക്കെയാകുമ്പോൾ, അഥവാ ആട്, പശു, മൂരി, പോത്ത്, ഈ മൃഗങ്ങൾക്കൊക്കെ 2 വയസ്സ് തികഞ്ഞിരിക്കണം. എന്നെങ്കിലേ അതുകളെ ഉളുഹിയത്ത് അറക്കാനുള്ള നിബന്ധനയിൽ വരികയുള്ളൂ.
ഒട്ടകമാകുമ്പോൾ 5 വയസ്സ് പൂർത്തിയായിരിക്കണം. ആട് എന്ന് പറയുമ്പോൾ ഈ 2 വയസ്സ് പൂർത്തിയാകണം എന്ന് പറയുന്നത് കോലാടിനാണ്, അഥവാ നമ്മുടെ നാട്ടിലുള്ള ആടിന്. നെയ്യാടാണെങ്കിൽ അതിന് 1 വയസ്സായാൽ മതി. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത് കോലാടാണ്. അതുകൾക്ക് 2 വയസ്സ് കഴിഞ്ഞിരിക്കണം, എന്നാലാണ് അതിനെ ഉളുഹിയത്തിന് പറ്റുക. അപ്പോ ആട്, മാട്, ഒട്ടകം എന്നീ മൃഗങ്ങളെയാണ് ഉളുഹിയത്ത് അറക്കേണ്ടത്. ഇനി ഇതിൽ തന്നെ ഒട്ടകം അറക്കലിനേക്കാണ് 1-ാം സ്ഥാനം, പിന്നീട് മാട്, പിന്നീട് നെയ്യാട്, പിന്നീട് കോലാട്. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ നാട്ടിലുള്ള ആട് കോലാടാണ് എന്ന്. അതുപോലെ ഒട്ടകത്തില് 7 ആൾക്ക് പങ്കുചേരാം. അതുപോലെ മാടില് അതിലും 7 ആൾക്ക് പങ്കുചേരാം. ആടില് 7 ആൾക്ക് പങ്കുചേരാൻ പറ്റുകയില്ല. ഒരാടിനെ തന്നെ ഉളുഹിയത്ത് അറക്കണം. മാടില് 7 ആൾക്കോ അതിൽ കുറഞ്ഞ ആളുകൾക്കോ അതിൽ കൂടാം. 2 ആൾ കൂടി ഒരു മാടിനെ അറക്കാം, 5 ആൾ കൂടി അറക്കാം, 6 ആൾ കൂടി അറക്കാം. പക്ഷെ 7-ൽ കൂടാൻ പാടില്ല. 7 വരെ അതിൽ ഓഹരിയായിട്ട് കൂടാവുന്നതാണ്. പിന്നെ ആണുമൃഗമാണെങ്കിലും പെൺമൃഗമാണെങ്കിലും ഒക്കെ ഉളുഹിയത്തിന് പറ്റും. നല്ല തടിച്ചു കൊയ്ത്ത വെള്ള നിറത്തിലുള്ള ആൺമൃഗമാകലാണ് ഏറ്റവും ഉത്തമം. തടിച്ചു കൊയ്ത്ത പിന്നെ പെണ്ണുമൃഗം അതിനെയും പറ്റും. ന്യൂനതകളില്ലാത്ത പെൺമൃഗം അത് പിന്നെ ഉളുഹിയത്തിന് പറ്റും. ആൺമൃഗത്തെയും പറ്റും, പെൺമൃഗത്തെയും പറ്റും. ആൺമൃഗമായിരിക്കലാണ് ഒന്നും കൂടി ഉത്തമം. പിന്നെ നിറം പറയുമ്പോൾ വെള്ള നിറത്തിലുള്ളതിനാണ് 1-ാം സ്ഥാനം. പിന്നെ മഞ്ഞ നിറത്തിലുള്ളത്, തവിട്ട് നിറത്തിലുള്ളത്, ചുവപ്പ് നിറത്തിലുള്ളത്, അതുപോലെ വെള്ളയും കറുപ്പും കലർന്നത്, ഈ നെൽക്കൊക്കെ ഉള്ള മൃഗത്തിനെ ഉളുഹിയത്ത് അറക്കാം. ഇനി അങ്ങനെ നമ്മൾ അറക്കാൻ വേണ്ടി വാങ്ങുന്ന മൃഗത്തിന്റെ നിബന്ധന, അത് ആടാണെങ്കിലും മാടാണെങ്കിലും, ആടിന്റെയും മാടിന്റെയും കാര്യമാണ് നമ്മൾ കൂടുതൽ പറയുക. കാരണം ഒട്ടകത്തിന് ഉളുഹിയത്ത് അറക്കൽ വളരെ വിരളമാണല്ലോ. അർത്ഥം തന്നെ അതൊരു അത്ഭുതമായിട്ട് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. ഏതാണെങ്കിലും നമ്മൾ കാര്യമായിട്ട് പറയുമ്പോൾ ആടിന്റെയും അതുപോലെ മാടിന്റെയും ആയിരിക്കും പറയുക. അപ്പോ അറവ് മൃഗം ആടാണെങ്കിലും പശുവാണെങ്കിലും പോത്താണെങ്കിലും മൂരിയാണെങ്കിലും ഒക്കെ അതിനെന്തായിരിക്കണം? അതിന് നിബന്ധനകൾ ഒത്തതായിരിക്കണം. അഥവാ മാംസം കുറവ് വരുത്തുന്ന തരത്തിലുള്ള ന്യൂനതകൾ അതിന് ഇല്ലാതിരിക്കണം. മെലിഞ്ഞൊട്ടി ഇരേ മാംസമില്ലാത്തത്, അതുപോലെ ഭ്രാന്തുള്ളത്, ചെവിയോ നാവോ അകിടോ വാലോ അത് മുറിച്ചു മാറ്റപ്പെട്ടത് അല്പേ ഉള്ളൂ എങ്കിലും അത് മുറിച്ചു മാറ്റപ്പെട്ടത് ഉളുഹിയത്തിന് പറ്റൂല. അതുപോലെ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടത്, മുടന്തുള്ളത്, കഠിനമായ രോഗമുള്ളത്, അതുപോലെ ചൊറി ബാധിച്ചത്, എല്ലൊടിഞ്ഞത്, ജന്മന ചെവിയില്ലാത്തത്, ഗർഭമുള്ളത്, ഇതൊന്നും ഉളുഹിയത്തിന് പറ്റുന്നതല്ല. അപ്പൊ ഈ ന്യൂനതകളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടതായിരിക്കണം. അങ്ങനത്തെ നല്ല ഈ പറഞ്ഞ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത നല്ല മൃഗത്തെ കണ്ടുപിടിച്ചിട്ട് അതിനെ നോക്കിയിട്ടായിരിക്കണം നാം ഉളുഹിയത്ത് അറക്കേണ്ടത്. കാരണം ഇതൊരു ബലികർമ്മമാണ്. അഥവാ ആ പെരുന്നാൾ ദിവസത്തില് എല്ലാവർക്കും നല്ല ടേസ്റ്റുള്ള, നല്ല പ്രോട്ടീനായ, നല്ല വിറ്റാമിനുള്ള ഭക്ഷണം അത് കിട്ടണം. കാരണം സാധുക്കൾക്ക് ഒരു പക്ഷേ ഇപ്പൊ ഈ സമയത്ത് ഇറച്ചിക്കൊക്കെ വില കൂടി വരികയാണല്ലോ. പഴയ കാലത്ത് അതിനനുസരിച്ചുള്ള വിലയാണ്. അപ്പൊ ഏത് കാലത്താണെങ്കിലും എല്ലാവരെ കൊണ്ടും മാംസമൊന്നും വാങ്ങാൻ കഴിഞ്ഞോളണം എന്നില്ല. സാധുക്കളായ ആളുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അവർക്കൊക്കെ പെരുന്നാൾ നല്ല സന്തോഷമായിരിക്കണം. അന്ന് നല്ല സുഭിക്ഷമായ ഭക്ഷണം കഴിക്കാൻ കഴിയണം. അതാണല്ലോ ഇതിലുള്ള ഒരു യുക്തി. അപ്പൊ അതുകൊണ്ട് ഈ അറക്കുന്ന മൃഗം അത് ഒരു ചാകാലിയോ അല്ലെങ്കിൽ ചൊറിമുറിയുള്ളതോ അല്ലെങ്കിൽ കുഴപ്പങ്ങളുള്ളതോ ഒന്നും ആകരുത്.
അതുകൊണ്ടാണ് ഈ ഉളുഹിയ്യത്തിനും അഖീഖത്തിനും ഒക്കെ തിരഞ്ഞെടുക്കുന്ന മൃഗങ്ങൾ എല്ലാവരും അത് നല്ലപോലെ നോക്കി ഈ വയസ്സൊക്കെ തികഞ്ഞതാണ് അറക്കല്. കാരണം എന്താ, നമ്മൾ മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ, മാംസം കൊടുക്കുമ്പോൾ അത് നല്ല ക്ലിയറായ, ശുദ്ധമായ, നല്ല പിന്നെ ശരീരത്തിന് ഗുണകരമായ തരത്തിലുള്ള മാംസം ലഭിക്കണം, ഭക്ഷണം ലഭിക്കണം എന്ന നിലയിലാണ്. അതാണ് ഇസ്ലാമിന്റെ ഇതിലുള്ള കാഴ്ചപ്പാടും. അതുകൊണ്ടാണ് നിങ്ങൾ നല്ല തടിക്കൊഴുപ്പുള്ള, നല്ല കണ്ടീഷനുള്ള മൃഗത്തെ ഉളുഹിയ്യത്ത് അറക്കുക എന്ന് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പോ ന്യൂനതകളൊന്നുമില്ലാത്ത മൃഗത്തെ കണ്ടെത്തിയിട്ട് അതിനെയായിരിക്കണം ഉളുഹിയ്യത്ത് അറക്കേണ്ടത്. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, ആടാവുമ്പോൾ അത് ഒരാൾക്കേ മതിയാവുകയുള്ളൂ. എന്നാൽ ഒട്ടകോ അല്ലെങ്കിൽ മാടോ ഒക്കെ ആവുമ്പോൾ അതിൽ 7 പേർക്ക് വരെ അതിൽ പങ്കുചേരാവുന്നതാണ്. 2 ആൾ കൂടി ഇറക്കാം, 3 ആൾ കൂടി ഇറക്കാം, 7 വരെ കൂടി ഇറക്കാം. അതിന്റെ അപ്പുറത്തേക്ക് പറ്റുന്നതല്ല. പിന്നെ ഈ 7 ആൾ കൂടി അല്ലെങ്കിൽ 14 ആൾ കൂടി അല്ലെങ്കിൽ 70 ആൾ കൂടി അങ്ങനെ കൂട്ടമായി ഉളുഹിയ്യത്ത് അറക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കുറെ ആളുകൾ കൂടിയിട്ട് 2 ആളുകൾ പോയി മാടുകളാണ്ട് വാങ്ങിക്കൊടുന്ന് എന്നിട്ട് ഉളുഹിയ്യത്തിന്റെ ദിവസം വരുമ്പോൾ എല്ലാവരും കൂടി അങ്ങോട്ട് അറക്കുക എന്നുള്ളത്, അങ്ങനെ കുറച്ച് മാംസം വിതരണം ചെയ്യുക എന്നത് മാത്രമായിരിക്കരുത്. മറിച്ച് ആ ഉളുഹിയ്യത്തിൽ പറഞ്ഞ എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഇപ്പോ 14 ആൾ കൂടി 2 പോത്തിനെ വാങ്ങിക്കൊടുന്ന് അങ്ങോട്ട് അർത്തു. ഇവിടെ ഓരോ 7 ആളുകളെ പോത്ത് ഏതാണ് എന്ന് വേർതിരിക്കാതെ 14 പേരും കൂടി പൈസ എടുത്ത് കാണ്ട് അങ്ങോട്ട് വാങ്ങിക്കൊടുന്നാൽ 14-ൽ ഒരു ഷെയറുള്ള മാതിരിയാവുള്ളൂ, 7-ൽ ഒരു ഷെയറുള്ള മാതിരിയാവുകയില്ല. അതുകൊണ്ട് അതുപോലെ 70 ആള് കൂടിയിട്ട് 10 പോത്തിനെ വാങ്ങിക്കൊടുന്നാൽ അവിടെ 70-ൽ ഒരു ഷെയറായി പോവും. അപ്പൊ എന്തു വേണം, ഈ 2 പോത്തിനെ വാങ്ങുമ്പോൾ ഈ 7 ആളുകള്, ഈ 7 ആളുകളത് ഏതാണ് ഇതില് എന്ന് നിശ്ചയിച്ചിട്ട് വേണം ഉളുഹിയ്യത്തിന്റെ അന്ന് അറക്കേണ്ടത്. അതുപോലെ 10 എണ്ണത്തിനെ വാങ്ങിക്കൊണ്ടിരുന്നുണ്ടെങ്കിൽ 10 പിന്നെ കൂട്ടരുണ്ട് എങ്കിൽ, അഥവാ നേരത്തെ പറഞ്ഞതുപോലെ 70 പോത്തുകളെ വാങ്ങി 10 ആളുകൾ അറക്കുകയാണെങ്കിൽ ഈ ഓരോ പിന്നെ ആളുകളതും 70 ആളുകൾ കൂടിയിട്ട് 10 പോത്തുകളെ കൊടുന്ന് അറക്കുകയാണെങ്കിൽ ആ 10 പോത്തുകളിൽ ഈ ഓരോ 7 ആളുകൾ ഉണ്ടാവുമല്ലോ, അവരുടേത് ഏതാണെന്ന് നിശ്ചയിച്ചിട്ട് വേണം അറക്കാൻ. എന്നെങ്കിലേ 7-ൽ ഒരു ഓഹരിയിൽ അവർ കൂടി എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അതിനെന്ത് വേണം, ആദിക്കേനെ എന്ത് ചെയ്താലും മതി, നമുക്കല്ലേ 7 പേരുള്ള ഓരോരോ ഗ്രൂപ്പാക്കിയിട്ട് ആ ഗ്രൂപ്പിന്റെ ലീഡർ ഇത് വാങ്ങുക, അല്ലെങ്കിൽ ഇനി ഒന്നിച്ചു വാങ്ങി വെക്കുക. അങ്ങനെ വാങ്ങി പിന്നീട് ഇവിടെ കൊണ്ടുവന്നതിന്റെ ശേഷം ഓരോ 7 വിഭാഗത്തിന്റെയും പോത്ത് ഏതാണെന്ന് നിശ്ചയിച്ച് ആനുപാതികമായി അതിന്റെ പൈസ, കാരണം എല്ലാ പോത്തിനും ഒരേ പൈസ ആവൂലല്ലോ, ചിലതിന് 70,000 ഉള്ളതുണ്ടാവും, 80,000 ഉള്ളതുണ്ടാവും, 60,000 ഉള്ളതുണ്ടാവും, പല വില ഉള്ളതുണ്ടാവും. അപ്പൊ ഒന്നിച്ച് മതിച്ച് അങ്ങോട്ട് വാങ്ങിയാൽ ആ വാങ്ങുന്ന സമയത്ത് അതിൽ ഓരോന്നിനും എത്ര വിലയാണ് എന്ന് ശരിക്ക് നോക്കിയിട്ട് ആ ഓരോന്നിന്റെയും വില ഇവിടെ 7 ആളുകളിൽ അത് തുലനം ചെയ്തിട്ട് അത് ആനുപാതികമായിട്ട് അതിന്റെ വില കണക്കാക്കിയിട്ട് ആ വിലക്കനുസരിച്ചുള്ള ഒരു പിന്നെ മൃഗം അത് അവരിലേക്ക് ആക്കുകയും എന്നിട്ട് ആ നിലക്ക് അതിനെ അറക്കുകയും ചെയ്യുക. അപ്പൊ വിലയിൽ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ആ വ്യത്യാസം വന്ന വില, ചിലപ്പോൾ ഒരു പക്ഷേ അവർ തന്ന വില കുറച്ചും കൂടി കൊടുക്കാണ്ടാവും, അല്ലെങ്കിൽ ഇവർ അങ്ങോട്ട് കൊടുക്കാണ്ടാവും. അതൊക്കെ ക്ലിയർ ആക്കിയിട്ട് വേണം നാം അറക്കാൻ. കൂട്ടമായി ഉളുഹിയ്യത്ത് അറക്കുക എന്നുള്ളത് അത് വളരെ പ്രോത്സാഹനജനകമാണ്. കാരണം ആളുകൾക്ക് ഒന്നും കൂടി അതിലേക്ക് താല്പര്യമാകാനും സ്ഥലവും പരിസരവും ഒന്നും ഇല്ലാത്തവർക്ക് പിന്നെ ഈ ഒന്നായിട്ട് അറക്കുന്നതിൽ കൂടിയാൽ ഒരുപാട് ആശ്വാസങ്ങളും ഒരുപാട് സുഖങ്ങളും അതിലുണ്ട്. എന്നാൽ അതോടുകൂടി തന്നെ അതിന്റെ നിബന്ധനകൾ പാലിച്ച് നമ്മുടെ 7 പേരുടെ മൃഗം ഏതാണ്, നമ്മുടെ 7 പേരുടെ മൃഗത്തിന് എത്ര വിലയായിട്ടുണ്ട്, ഒന്നായിട്ട് വാങ്ങിയപ്പോൾ
നമ്മളെ പൈസയിലേക്ക് അവരെ പൈസ കൂടിയിട്ടുണ്ടോ, ഇതൊക്കെ നോക്കിയിട്ട് നിശ്ചയിച്ചിട്ട് ആയിരിക്കണം ആ കൂട്ടമായി ഉളുഹിയത്ത് അറക്കുമ്പോൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഓരോ 7 ആള് വരുന്ന ഗ്രൂപ്പിന് ഓരോ ലീഡർമാരുണ്ടായാൽ ആ ലീഡർമാർ മുഖേന വാങ്ങുകയും, അല്ലെങ്കിൽ വാങ്ങിയതിന്റെ ശേഷം ആനുപാതികമായി അതിന്റെ വിലകളൊക്കെ ക്ലിയർ ആക്കിയിട്ട് ഈ ഓരോ 7 ആളുകൾ വരുന്ന ഗ്രൂപ്പിന് ആ മൃഗത്തെ നിർണയിച്ചു കൊടുത്തിട്ട് അങ്ങനെ അറക്കുമ്പോഴേ അത് ശരിയാവുകയുള്ളൂ. അല്ല എങ്കിൽ കുറച്ച് ആളുകളെല്ലാം കൂടി ഷെയറായിട്ട് കുറച്ച് മൃഗങ്ങളെ വാങ്ങി അങ്ങോട്ട് അന്നൊരു മാംസം വിതരണം ചെയ്തു എന്ന് അതിനെപ്പറ്റി പറയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് കൂട്ടമായി ഉളുഹിയത്ത് അറക്കുമ്പോൾ ഈ കാര്യം വളരെ ശ്രദ്ധിക്കണം. പിന്നെ മൃഗത്തിനെ ഉളുഹിയത്ത് അറക്കുന്ന സമയത്ത് തന്നെ അതിൽ പല ഉദ്ദേശക്കാരുണ്ടാകുന്നതിന് വിരോധമില്ല. എന്ന് പറഞ്ഞാൽ ഒരാള് ഉളുഹിയത്ത് അറക്കാനാണ്, ഒരാൾ കുട്ടിക്ക് അക്കീക്കത്ത് അറുത്തിട്ടുണ്ടായിരുന്നില്ല, അതിലാണ്. കാരണം ഒരാൾക്ക് അക്കീക്കത്തിൽ കൂടാം, ഒരാൾക്ക് ഉളുഹിയത്തിൽ കൂടാം, അതിനൊന്നും വിരോധമില്ല. ഇപ്പോ ഒരു പശുവിനെ അല്ല ഒരു പോത്തിനെ അറക്കുകയാണ്. ആ പോത്തില് ഒരാൾ കൂടിയത് ഉളുഹിയത്തിന് വേണ്ടിയാണ്, ഒരാള് മക്കൾക്ക് അക്കീക്കത്ത് അറക്കാത്തത് കൊണ്ട് അക്കീക്കത്തിന് വേണ്ടിയാണ്. അപ്പൊ അങ്ങനെ ഒരു ഓഹരി തന്നെ അക്കീക്കത്തും ഉളുഹിയത്തും കൂടി ആക്കാൻ പറ്റൂല. 2 ഓഹരി എടുത്താൽ ഒരു ഓഹരി അക്കീക്കത്താക്കാം, ഒരു ഓഹരി ഉളുഹിയത്താക്കാം. അപ്പൊ അതുകൊണ്ട് അക്കീക്കത്ത് അറക്കുന്നതോട് കൂടി ഉളുഹിയത്ത് പിന്നെ കൂടി ആ ഉളുഹിയത്ത് അറക്കുന്ന സമയത്ത് ഉണ്ടായി എന്നതുകൊണ്ട് വിരോധമില്ല, അത് സഹിയാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് കുട്ടികൾക്ക് അക്കീക്കത്ത് അറക്കാൻ ആരെങ്കിലും ബാക്കിയുള്ളവരുണ്ടെങ്കിൽ അവര് 2 ഓഹരി എടുക്കുകയാണെങ്കിൽ ഒരു ഓഹരി അക്കീക്കത്താക്കാം, ഒരു ഓഹരി ഉളുഹിയത്ത് ആക്കുകയും ചെയ്യാം. പിന്നെ ഒരു വർഷം ഒരു മൃഗത്തിൽ പങ്കു ചേർന്നാൽ, ഒരു ഓഹരിയിൽ പങ്കു ചേർന്നാൽ, പിന്നെ എല്ലാ വർഷവും അല്ലെങ്കിൽ ഒരു 7 വർഷം പങ്കു ചേർന്നുകൊണ്ട് അത് ഒരു മൃഗമാക്കി തികക്കണം എന്നൊരു വിഷയം ചില ആളുകൾ പറയാറുണ്ട്. അങ്ങനല്ല, ഒരു വർഷം ഒരു ഓഹരിയിൽ പങ്കു ചേർന്ന് എന്നതുകൊണ്ട് അടുത്ത വർഷം ഓഹരിയിൽ പങ്കു ചേരണം എന്ന നിബന്ധനയൊന്നുമില്ല. മറിച്ച് അടുത്ത വർഷം ഓഹരിയിൽ കൂടാൻ കഴിഞ്ഞാൽ അവനക്ക് സാമ്പത്തികമായ കഴിവുണ്ട് എങ്കിൽ ആ വർഷവും അവനക്ക് എന്താക്കാം, കൂടാം, പിറ്റത്തെ വർഷവും കൂടാം, അങ്ങനെ ഏത് വർഷവും കൂടാം. അത് 7 വർഷം വരെ എന്ന കണക്കൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഒരു ധാരണ ചില ആളുകൾക്ക് നിലനിൽക്കുന്നുണ്ട്. ഒരു വർഷം കൂടിയാൽ പിന്നെ 7 വർഷവും കൂടിയിട്ട് അതൊരു മൃഗത്തിന്റെ സ്ഥാനത്തേക്ക് തയ്ക്കണമെന്ന് അങ്ങനെ കണക്കൊന്നും ഇല്ല. ഇനി അങ്ങനെ ഒരു മൃഗത്തെ 7 ആള് കൂടി അറക്കുമ്പോൾ, അല്ലെങ്കിൽ 7 കുറഞ്ഞ ആളുകൾ കൂടി അറക്കുമ്പോൾ, 5 ആളോ 4 ആളോ ഒക്കെ ആവട്ടെ, അങ്ങനെ അറക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ളത് ഇത് ഓരോരുത്തരുടെയും ഓരോ ഉളുഹിയത്താണത്. അതുകൊണ്ട് തന്നെ എല്ലാവരും സദക്ക ചെയ്യൽ നിർബന്ധമാണ്. എല്ലാവരും സദക്ക ചെയ്യൽ നിർബന്ധമാണെന്നാണ്, എല്ലാവരും അതിൽ നിന്ന് ഇങ്ങനെ എടുത്തുകൊണ്ട് സദക്ക ചെയ്യണം എന്നല്ല. അങ്ങനെ ഒരു 7 ആൾക്ക് വേണ്ടി ഒരു പൂത്തനാണ്ട് അർത്തു, എന്നാൽ ആ അർത്ത് 7 ഓഹരിയാക്കി വേർതിരിക്കുന്നതിന്റെ മുമ്പ് അതിൽ നിന്ന് എടുത്തുകൊണ്ട് സദക്ക ചെയ്തു നോക്കുക. എന്നാൽ അത് എല്ലാവർക്കും കൂടി വേണ്ടി സദക്ക ചെയ്ത മാതിരിയാണ്. നമ്മളെങ്ങനെയാണല്ലോ, 7 കൂടി ഒരു പൂത്തിനെ അല്ലെങ്കിൽ 14 ആൾ കൂടി 2 പൂത്തിനെ അർത്തു. അങ്ങനെ അർത്ത് കഴിഞ്ഞ ശേഷം പിന്നെ അതിന്റെ മാംസം ഒന്നായിട്ട് കൂട്ടിയിട്ട് 7 ഓഹരി വെക്കുന്നതിന്റെ മുമ്പ് അതിൽ നിന്ന് എടുത്തുകൊണ്ട് സദക്ക ചെയ്താൽ അത് എല്ലാവർക്കും കൂടി സദക്ക ചെയ്ത രൂപത്തിലാണ്. അതന്നെ അതിന് മതി. നേരെ മറിച്ച് അതിൽ നിന്ന് സദക്ക ചെയ്യാതെ എല്ലാവരുടെ 7 ഓഹരിയും വെവ്വേറാക്കി കഴിഞ്ഞാൽ അപ്പൊ പിന്നെ ഓരോ ഓഹരിയിൽ നിന്നും ഓരോരുത്തരും സദക്ക ചെയ്യേണ്ടി വരും. ഇനി അങ്ങനെ നാം മൃഗത്തിനെ അറക്കുമ്പോൾ, ഉളുഹിയത്തിന്റെ മൃഗത്തിനെ അറക്കുമ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഏത് കാര്യമാണെങ്കിലും ഇന്നമൽ അമാലു ബിന്നിയ്യാത്ത് എന്നാണ്, നിയ്യത്തനുസരിച്ച് ഇത് അമലുകൾ സഹിയാവുള്ളൂ എന്നുള്ളു. അപ്പൊ ഉളുഹിയത്ത് അറക്കുമ്പോൾ നമ്മൾ നിയ്യത്ത് ചെയ്യണം. എപ്പോഴാണ് നിയ്യത്ത് ചെയ്യേണ്ടത്? ഉളുഹിയത്ത് സുന്നത്താണെങ്കിൽ നിയ്യത്ത് വെക്കൽ നിർബന്ധമാണ്. എപ്പോഴാണ് നിയ്യത്ത് വെക്കേണ്ടത്? അത് അറക്കുന്ന സമയത്ത് നിയ്യത്ത് വെക്കുക, അല്ലെങ്കിൽ അറക്കാൻ വേണ്ടി അറവുകാരനെ ഏൽപ്പിക്കുന്ന സമയത്ത് നിയ്യത്ത് വെക്കാം, അല്ലെങ്കിൽ മൃഗത്തെ അറക്കാൻ വേണ്ടി മാറ്റി നിർത്തുമല്ലോ, ആ സമയത്തും ഒക്കെ നിയ്യത്ത് വെക്കാം. അറവ് മൃഗത്തിനെ അറക്കാൻ വേണ്ടി അറവുകാരന്റെ അടുക്കൽ കൊടുക്കുന്ന ആ സമയത്ത് നിയ്യത്ത് വെച്ചാലും മതി.
ഇനി അല്ല, അറക്കുന്ന സമയത്ത്, ആ സമയത്ത് നിയ്യത്ത് വെച്ചാലും മതി. ഏതാണെങ്കിലും നിയ്യത്തോടു കൂടി പിന്നെ അർത്തെങ്കിലേ ഇത് ഒളുഹിയത്തായിട്ട് പരിഗണിക്കുകയുള്ളൂ. ഇനി അറവ് കഴിഞ്ഞിട്ട് പിന്നെ നിയ്യത്ത് വെച്ചാൽ അത് സഹിയാവുന്നതല്ല. നിയ്യത്ത് വെക്കുന്ന ആള് വകതിരിവായ മുസ്ലിം ആയിരിക്കണം. അഥവാ നമ്മൾ അറക്കാൻ ഏൽപ്പിക്കുന്ന ആള് അറക്കുന്നവൻക്കുള്ള നിബന്ധനയുള്ള മുസ്ലിം ആയിരിക്കണം എന്നുള്ളത്. അപ്പോ ഈ 7 ആളുകൾ ഇപ്പൊ ഒരു മൃഗത്തിൽ പങ്കായാൽ ഈ 7 ആളുകളും നിയ്യത്ത് വെക്കാം. ഇനി 7 ആളുകൾ നിയ്യത്ത് വെക്കൽ 7 ആൾ കൂടി മറ്റൊരാളെ നിയ്യത്ത് ഏൽപ്പിക്കാം, ആർക്കുന്നവനെ ഏൽപ്പിക്കാം. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി വേണ്ടി നിങ്ങൾ നിയ്യത്ത് വെക്കണം. ഇനി ഒരുത്തന് ഓന്റെ നിയ്യത്ത് ഏൽപ്പിക്കാം, എനിക്ക് വേണ്ടി നിയ്യത്ത് വെക്കണം. ഇനി എല്ലാരും കൂടി അവിടെ ഹാജരായിട്ട് അതിനെ അറക്കണ സമയത്ത് ഈ 7 ആളും കൂടി നിയ്യത്ത് അതും വെക്കാം. എങ്ങനെയും ചെയ്യാം. അപ്പൊ ആരാണോ ഉളുഹിയത്ത് അറക്കുന്ന ഉടമസ്ഥൻ അവനിക്കും നിയ്യത്ത് വെക്കാം, അവന് ഏൽപ്പിക്കുന്ന ആക്കും നിയ്യത്ത് വെക്കാം, അല്ലെങ്കിൽ അവൻ അറക്കാൻ ഏൽപ്പിക്കുന്ന ആക്കും നിയ്യത്ത് വെക്കാം. ഏത് രൂപത്തിലാണെങ്കിലും നിയ്യത്ത് വെച്ചുകൊണ്ട് അർത്തെങ്കിലേ ഉലുഹിയത്ത് സഹിയാവുകയുള്ളൂ. ഇനി നേരത്തെ പറഞ്ഞല്ലോ, ഈ ഉലുഹിയത്ത് അർത്ഥ മൃഗം, ആ മൃഗത്തിൽ നിന്ന് സ്വതക്ക ചെയ്യണം എന്ന് പറഞ്ഞല്ലോ. അത് എത്ര സ്വതക്ക ചെയ്യണം? അത് സുന്നത്തായ ഉലുഹിയത്താണെങ്കിൽ, ഉലുഹിയത്ത് നേർച്ചാക്കിയ നിർബന്ധമാവും നമ്മൾ പറഞ്ഞല്ലോ. അപ്പോ സുന്നത്തായ ഉലുഹിയത്താണെങ്കിൽ അതിൽ നിന്ന് മോശമല്ലാത്തൊരു വിഹിതം അത് സ്വതക്കയായിട്ട് നൽകണം. അത് സ്വതക്കയായിട്ട് നൽകിയെങ്കിലേ പിന്നെ ആർക്ക് നൽകണം? ഫഖീർ, മിസ്കീൻ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അത് സ്വതക്ക ചെയ്യണം. ഒരാൾക്ക് നൽകിയാലും മതി, പക്ഷേ വേവിക്കാതെ തന്നെ പച്ചയായ നെൽക്ക് ഒരു വിഹിതം അതിൽ നിന്ന് സ്വതക്ക ചെയ്യണം. മോശമല്ലാത്തൊരു വിഹിതം അതിൽ നിന്ന് സ്വതക്ക ചെയ്യണം. ബാക്കിയുള്ളത് ഉടമസ്ഥന് എടുക്കാം. ഒരാടിനെ ഉളുഹിയത്ത് അറുത്തിട്ട് അതിന്നൊരു 2-3 കിലാൻ പാവപ്പെട്ടവർക്ക് കൊടുത്തു. സുന്നത്തായ ഉളുഹിയത്താട്ടോ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ആ വീട്ടുകാരന് എടുക്കാം. പക്ഷെ ബാക്കിയുള്ളത് ആ വീട്ടുകാരന് എടുക്കാമെങ്കിലും അല്പം എടുത്തിട്ട് ബാക്കി മുഴുവൻ സ്വതക്ക ചെയ്യലാണ് സുന്നത്ത്. അല്പം എടുക്കാം, എന്നിട്ട് ബാക്കിയൊക്കെ സ്വതക്ക ചെയ്താൽ അതാണ് ഏറ്റവും നല്ലത്. പിന്നെ അങ്ങനെ സ്വതക്ക ചെയ്യുമ്പോൾ അത് ഫഖീർ, മിസ്കീന്മാരിൽപ്പെട്ട ആളുകൾക്ക് അല്പമെങ്കിലും കൊടുക്കൽ നിർബന്ധമാണ്. പിന്നെ സുന്നത്തായ ഉളുഹിയത്തിൽ നിന്ന് ധനികന്മാർക്ക്, സമ്പന്നർക്ക് ഒക്കെ കൊടുക്കുന്നതിന് ഒരു വിഷയവുമില്ല. നേരെ മറിച്ച് നേർച്ചയാക്കപ്പെട്ട ഉളുഹിയത്താണെങ്കിൽ പിന്നെ നിർബന്ധവുമല്ലോ. അങ്ങനത്തെ ഉളുഹിയത്ത് അത് അറുത്ത് കഴിഞ്ഞാൽ അതിന്റെ മാംസം ആ നാട്ടിലുള്ള, ഏത് നാട്ടിലാണോ അർത്ഥത് ആ അർത്ഥ നാട്ടിലുള്ള പാവപ്പെട്ടവർക്ക് തന്നെ കൊടുക്കണം. അതിൽ നിന്ന് സമ്പന്നർക്ക് കൊടുക്കാൻ പറ്റുകയില്ല. പിന്നെ ഉളുഹിയത്തിന്റെ മാംസം അത് അമുസ്ലിങ്ങൾക്ക് നൽകാൻ പറ്റുമോ ഇല്ലേ എന്ന് ചർച്ച വരലുണ്ട്. അവിടെ നമ്മൾ കാര്യം മനസ്സിലാക്കണം. അമുസ്ലിങ്ങൾക്ക് സ്വതക്ക ചെയ്യാനും അവർക്ക് ദാനം ചെയ്യാനും പരിശുദ്ധമായ ഇസ്ലാം അത് പുണ്യമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ചില കർമ്മങ്ങൾക്ക് ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ അനുസരിച്ച് അത് ചെയ്യണം. ഏത് പച്ച കരളുള്ള ആളുകൾക്ക് ധർമ്മം ചെയ്താലും ദാനം ചെയ്താലും അതൊക്കെ പുണ്യമുള്ളതാണ് എന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധമായ ഇസ്ലാം. എന്നാൽ ചില കാര്യങ്ങൾക്ക് ചില നിബന്ധനകൾ വെക്കുന്നത് അത് അമുസ്ലിമായി അല്ലെങ്കിൽ മറ്റുള്ളവരായി എന്ന് നോക്കിയിട്ടല്ല. ഉദാഹരണമായിട്ട് നേർച്ചയാക്കപ്പെട്ട ഉളുഹിയത്തിന്റെ മാംസം അത് ധനികർക്ക് കൊടുക്കാൻ പറ്റൂലല്ലോ. അതവിടെ പിന്നെ ധനികരെ മോശാക്കിയിട്ടല്ല, അത് അതിന്റെ നിബന്ധനയാണ്. അത് മിസ്കീന്മാർക്ക് തന്നെ കൊടുക്കണം. അതുപോലെ
ഈ നേർച്ചയാക്കപ്പെട്ട ഉളുഹിയത്ത് അതിന്റെ മാംസം അത് തങ്ങൾ കുടുംബത്തിന് കൊടുക്കാൻ പറ്റൂലല്ലോ. അപ്പൊ അത് അവരെ മോശാക്കല്ലല്ലോ, അത് അതിന്റെ നിബന്ധനയാണ്. അപ്പോ ചില കർമ്മങ്ങൾക്ക് ചില നിബന്ധനകൾ ഇസ്ലാം വെക്കുന്നുണ്ട്. അത് പിന്നെ ആളുകളെ നോക്കിയിട്ടല്ല, മറിച്ച് ആ കർമ്മത്തിനുള്ള ചില നിബന്ധനകൾ എന്നുള്ള നിലക്കാണ്. അന്ന് ആ ദിവസത്തില് ഉളുഹിയത്തിന്റെ മാംസമല്ലാത്ത മറ്റ് മാംസം വാങ്ങിയിട്ട് അന്ന് മുസ്ലിങ്ങൾക്ക് നൽകിയാൽ അത് നല്ല പുണ്യമുള്ള കാര്യമാണ്. പെരുന്നാൾ ദിവസത്തില് ആ സന്തോഷത്തില് അവരും കൂടി പങ്കായിക്കോളും. പക്ഷെ ഉളുഹിയത്തിന്റെ നിബന്ധന അനുസരിച്ച് ഉളുഹിയത്തിന്റെ മാംസം അത് മുസ്ലിങ്ങൾക്കാണ് നൽകേണ്ടത്. ഇനി ഫക്കീറന്മാർക്കും മിസ്കിന്മാർക്കൊക്കെ ഈ ഉളുഹിയത്തിന്റെ മാംസം ലഭിച്ചു കഴിഞ്ഞാൽ ആ മാംസം അവർക്ക് ഉപയോഗിക്കുകയും അവർക്ക് വിൽപ്പന നടത്തുകയും ഒക്കെ ചെയ്യാം. എന്നാൽ സുന്നത്തായ ഉളുഹിയത്തിന്റെ മാംസം അത് ധനികർക്കും സമ്പന്നർക്കും എല്ലാവർക്കും നൽകാമല്ലോ. പക്ഷെ അത് അവർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത് പിന്നീട് വിൽക്കാൻ പാടുള്ളതല്ല. നേരെ മറിച്ച് പാവങ്ങൾക്ക് ലഭിച്ചത് അതവർക്ക് വിൽക്കുകയും അവരെ ഇഷ്ടം പോലെ ചെയ്യാം, അതിന് ഒരു വിഷയവും ഇല്ല. ഇനി നാം മനസ്സിലാക്കേണ്ടത് ഈ ഉളുഹിയത്തിന്റെ തോല്, അതുപോലെ അതിന്റെ എല്ല്, ആ ഉളുഹിയത്തിന്റെ തോല് അത് സ്വതക്കയായിട്ടാണ് നൽകേണ്ടത്. അത് വിൽക്കാൻ പറ്റൂല. ആർക്ക്? അർത്ഥവന് വിൽക്കാൻ പറ്റൂല, അർത്ഥ വ്യക്തിക്ക് അത് വിൽക്കാൻ പറ്റൂല. നേരെ മറിച്ച് അറവുകാർക്ക് അത് സ്വതക്കയായിട്ട് കൊടുക്കാം, അവർക്ക് അത് അറവിനുള്ള കൂലിയായിട്ട് കൊടുക്കാൻ പറ്റൂല. നേരെ മറിച്ച് ആ ഉളുഹിയത്തിന്റെ ഉടമസ്ഥൻ ആ ഉളുഹിയത്തിന്റെ തോല് അത് വിൽക്കാൻ പാടുള്ളതല്ല. അത് അവനിക്ക് ഉപയോഗിക്കാം, എന്തെങ്കിലും തോല് ഉപയോഗിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടെങ്കിൽ അതിന് ഉപയോഗിക്കാം എന്നല്ലാതെ അത് പിന്നെ വിൽക്കാൻ പറ്റുകയില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും ഉളുഹിയത്തിന്റെ തോല് വിറ്റാൽ അവനിക്ക് ഉളുഹിയത്തില്ല എന്ന്. അപ്പൊ അതുകൊണ്ട് ഉളുഹിയത്തിന്റെ തോല് അത് സ്വതക്കയായിട്ട് നൽകണം. അറവുകാർക്ക് അത് കൂലിയായിട്ട് കൊടുക്കരുത്, അവർക്ക് സ്വതക്കയായിട്ട് നൽകാം. അത് പിന്നെ ധനികർക്ക് നൽകി കഴിഞ്ഞാൽ അവര് അത് വിൽക്കാൻ പാടില്ല. നേരെ മറിച്ച് പാവങ്ങൾക്ക് നൽകി കഴിഞ്ഞാൽ അവർക്ക് അത് ലഭിച്ചവനിക്ക് അത് വിൽക്കാം. ഇനി ചില ആളുകൾ അതിന്റെ തോലൊക്കെ ഏതെങ്കിലും സ്ഥാപനത്തിന് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് നൽകാറുണ്ട്. അതും പറ്റുന്നതല്ല. കാരണം അതിന്റെ തോല് പിന്നെ വിൽക്കുക എന്നത് അത് പിന്നെ ആ അർത്ഥവനിക്ക് അതൊരിക്കലും ചേർന്നല്ല. ചില ആളുകൾ വിറ്റുകാണ്ട് ആ പൈസ സ്ഥാപനത്തിൽ കൊടുക്കുക എന്ന് പറയലുണ്ട്. അതും ഈ അർത്ഥവനിക്ക് അത് പറ്റുകയില്ല. ഇനി ഉളുഹിയത്തിന്റെ മാംസം അത് മറ്റൊരു നാട്ടിലേക്ക് നൽകാമോ? അത് സുന്നത്തായ ഉളുഹിയത്തിന്റെ മാംസം ആ അർത്ഥ നാട്ടില് അതിന്റെ മോശമല്ലാത്തൊരു ഭാഗം നൽകിയിട്ട് ബാക്കിയുള്ളത് മറ്റുള്ള നാടിലേക്ക് കൊടുത്തയക്കുന്നതിന് ഒരു വിരോധവുമില്ല. നേരെ മറിച്ച് നിർബന്ധമായ ഉളുഹിയത്താണെങ്കിൽ ആ ഉളുഹിയത്തിന്റെ മാംസം, അഥവാ നിർബന്ധമായ ഉളുഹിയത്ത് പറഞ്ഞാൽ നേർച്ചയാക്കിയ ഉളുഹിയത്താണെങ്കിൽ അതിന്റെ മാംസം അത് നിർബന്ധമായും ആ നാട്ടിൽ തന്നെ, അത് പറഞ്ഞാൽ ജുമാന്റെ മഹല്ലല്ല ഉദ്ദേശിക്കുന്നത്, ഒരു നാട് എന്ന് പറയുന്ന, ചിലപ്പോൾ ഒരു നാട്ടിൽ തന്നെ ഒന്നിൽ കൂടുതൽ ജുമയൊക്കെ ഉണ്ടാവും, അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു നാട് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, ആ ഏരിയയിൽ അവിടെ തന്നെ ആ ഉളുഹിയത്തിന്റെ മാംസം ഫക്കീർ മിസ്കിമാർ, സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ട ഫക്കീർ മിസ്കിമാർക്ക് പിന്നെ നൽകൽ നിർബന്ധമാണ്. സുന്നത്തായതാണെങ്കിൽ അല്പം സദക്ക ചെയ്തിട്ട് ബാക്കി ഏത് നാട്ടിലേക്ക് കൊടുക്കുന്നതിനും വിരോധമില്ല. പിന്നെ നമുക്ക് മറ്റൊരു നാട്ടിൽ ഉളുഹിയത്ത് ഇറക്കാൻ വേണ്ടി ഏൽപ്പിക്കാൻ പറ്റുമോ? അപ്പൊ ഗൾഫിലുള്ളവർക്ക് ഇവിടെ ഉളുഹിയത്ത് ഇറക്കാൻ ഏൽപ്പിക്കാം. ചക്കർ കൃത്യമായൊരു വക്കീലിനെ ഏൽപ്പിക്കണം. അതുപോലെ വേറെ പല നാടുകളിലും പാവപ്പെട്ട നാടുകളിലൊക്കെ ഉളുഹിയത്ത് ഇറക്കാൻ വേണ്ടിയിട്ട് ഒരു നിർണയമായ വക്കീൽ മുഖേന പിന്നെ ഏൽപ്പിച്ചാൽ അങ്ങനെ ഉളുഹിയത്ത് ഇറക്കാൻ പറ്റും. ഇനി മരിച്ച വ്യക്തിക്ക് വേണ്ടി ഉളുഹിയത്ത് ഇറക്കാൻ പറ്റുമോ? മരിച്ച വ്യക്തിക്ക് വേണ്ടി ഉളുഹിയത്ത് ഇറക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ വസിയ്യത്ത് വേണം. എനിക്ക് വേണ്ടി പിന്നെ
ഉളുഹിയത്ത് അറക്കണം. അങ്ങനെ വസിയത്ത് ചെയ്തിട്ടുണ്ട് എങ്കിൽ അയാൾക്ക് വേണ്ടി ഉളുഹിയത്ത് നമുക്ക് അറക്കാം. അല്ലാതെ നമ്മൾ ഉളുഹിയത്ത് അറുത്തിട്ട് അതിന്റെ കൂലി അദ്ദേഹത്തിലേക്ക് അതിയാക്കാം. അദ്ദേഹത്തിന് വേണ്ടി പിന്നെ ഉളുഹിയത്ത് അറക്കണമെങ്കിൽ അദ്ദേഹം പ്രത്യേകമായി വസിയത്ത് ചെയ്തിരിക്കണം. പിന്നെ ഒരു മൃഗത്തെ നമ്മൾ ഉളുഹിയത്ത് അറക്കാൻ നേർച്ചയാക്കിയാല്, ഒരു മൃഗത്തെ ഉളുഹിയത്ത് അറക്കാൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞു, എന്നാൽ ആ മൃഗത്തെ ആദ്യം വരുന്ന ദുൽഹജ്ജ് മാസത്തിലെ ബലി പെരുന്നാളിൽ തന്നെ എല്ലാ നിബന്ധനയും ഒത്ത ഒരു മൃഗത്തെ അറക്കല് അവനിക്ക് നിർബന്ധമാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ചില വാക്കുകളെ കൊണ്ട് ഉളുഹിയത്ത് നിർബന്ധമായി പോകും. അതുകൊണ്ട് ഉളുഹിയത്ത് അറക്കാൻ വേണ്ടി, സുന്നത്തായ ഉളുഹിയത്ത് അറക്കാൻ വേണ്ടി നമ്മൾ വാങ്ങിയൊരു മൃഗം, ആ മൃഗത്തെ കുറിച്ച് ഇതിന്റെ ഉളുഹിയത്താണ് എന്ന് പറഞ്ഞാൽ ആ വാചകം കൊണ്ട് നിർബന്ധമായി തീരും. അതുകൊണ്ട് ഇതെന്റെ സുന്നത്തായ ഉളുഹിയത്താണ് എന്ന് പറയാൻ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ചില വാചകങ്ങളെ കൊണ്ട് പിന്നെ ഉളുഹിയത്ത് അത് നിർബന്ധമായി പോകുന്ന അവസ്ഥയുണ്ടാവും എന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഉളുഹിയത്ത് അറക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അവർക്ക് ചില സുന്നത്തുകളുണ്ട്. അഥവാ ദുൽഹജ്ജ് മാസം 1 കഴിഞ്ഞാൽ ആ ദുൽഹജ്ജ് 1 മുതൽ പിന്നീട് ഈ ഉളുഹിയത്ത് അറക്കുന്ന ദിവസം വരെ നഖം മുറിക്കാതിരിക്കുക, താടി വെട്ടാതിരിക്കുക, മുടി വെട്ടാതിരിക്കുക, അങ്ങനെ ശ്രദ്ധിക്കുക എന്നത് അവർക്ക് പ്രത്യേകമായ സുന്നത്താണ്. അത് ദുൽഹജ്ജ് 1 മുതൽ എന്നാണോ ഉളുഹിയത്ത് അറക്കുന്നത് ആ ദിവസം വരെ അവന്റെ മുടി, നഖം, പല്ല് മുതലായ ശരീരഭാഗങ്ങൾ നീക്കം ചെയ്യാതിരിക്കൽ പ്രത്യേകമായ സുന്നത്താണ്. രക്തത്തിനും ഈ വിധി തന്നെയാണ് എന്ന് പണ്ഡിതന്മാര് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അറക്കുന്ന സമയത്ത് പുരുഷന്മാരാണെങ്കിൽ അത് സ്വന്തം തന്നെ അറക്കലാണ്. ഇപ്പോ ഉയ്യത്ത് അറക്കുക എന്നുള്ളതിന്റെ സുന്നത്ത് അവനാൻ കഴിയുമെങ്കിൽ അവനാൻ തന്നെ അറക്കലാണ് സുന്നത്ത്. സാധിക്കാത്തവർക്ക് വേറുള്ളവരെ ഏൽപ്പിക്കുമ്പോൾ നീയത്തും ഏൽപ്പിക്കാം. എന്നാലും ആ അറക്കുന്ന സമയത്ത് അവിടെ ഹാജരാകൽ, അറക്കുന്നവർക്ക് അവൻ സന്നിഹിതനാകൽ, അത് പ്രത്യേകമായ സുന്നത്താണ്. അറക്കുന്നതിന്റെ മുമ്പ് 3 പ്രാവശ്യം തക്ബീർ ചൊല്ലലും അറത്തതിന്റെ ശേഷം 3 പ്രാവശ്യം തക്ബീർ ചൊല്ലലും, അതുപോലെ അറക്കുന്ന സ്ഥലം കിബിലയിലേക്ക് തിരിച്ചു വെക്കലും അറക്കുന്നവൻ കിബിലയിലേക്ക് തിരിഞ്ഞു നിൽക്കലും അതൊക്കെ പ്രത്യേകമായ സുന്നത്താണ്. വിശ്വാസമാതങ്ങോട്ടും മേലും സലാത്തും സലാമും അതൊക്കെ ചെല്ലൽ സുന്നത്താണ്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം നാം ഉളുഹിയത്ത് അറക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് ആ കർമ്മം അതിൻ്റെതായ രൂപത്തിൽ പിന്നെ നമുക്ക് അതിന്റെ കൂലി ലഭിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ നിബന്ധനകൾ മനസ്സിലാക്കി ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാവട്ടെ. പിന്നീട് നാം ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ പറഞ്ഞല്ലോ, ദുൽഹജ്ജ് മാസം ശുദ്ധമായ ഖുർആനിൽ വൽ ഫജ്രി വലയാലിൻ അശ്ർ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വലയാലിൻ അശ്ർ എന്ന് പറയുന്ന ഈ ദിനരാത്രങ്ങൾ അത് പരിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിലെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളാണ് എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ ദിവസത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് മഹത്വങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അമലുകൾ ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഈ ദിവസങ്ങളെക്കാൾ ഇഷ്ടപ്പെട്ട മറ്റ് ദിവസങ്ങൾ ഇല്ല എന്നാണ് ഒരു ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. അഥവാ മറ്റ് ദിവസങ്ങളിലൊക്കെ അമൽ ചെയ്യുന്നതിനേക്കാൾ, ദിവസങ്ങളിൽ അമൽ ചെയ്യേണ്ടെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം, മറ്റ് ദിവസങ്ങളിലൊക്കെ അമൽ ചെയ്യുന്നതിനേക്കാൾ എത്രയോ പുണ്യമാണ് ഈ ദിവസങ്ങൾ അമൽ ചെയ്യുമ്പോൾ. അഥവാ ഈ ദിവസം നമ്മൾ അശ്രദ്ധയായി കളയരുത്. ദുൽഹജ്ജ് 1 മുതൽ 9 വരെ നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത് അത് സുന്നത്താണ്. 1 മുതൽ 9 വരെ സുന്നത്താണ്. അതിൽ തന്നെ ദുൽഹജ്ജ് 8-ന്റെ അന്നും 9-ന്റെ അന്നും, 8-ന്റെ അന്ന് നോൽക്കൽ ഒന്നും കൂടി സുന്നത്താണ്. 9-ന്റെ അന്ന് നോൽക്കൽ വളരെ പ്രധാനപ്പെട്ട, അഥവാ അറഫാ ദിവസം. ആ ദിവസത്തിൽ നോമ്പ് വറ്റാൽ കഴിഞ്ഞുപോയും വരാനിരിക്കുന്നതുമായ വർഷത്തിലെ
ദോഷം പുറത്തു കിട്ടുമെന്ന് അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്താണെങ്കിലും നമ്മൾ ഈ പറഞ്ഞ ദുൽഹജ്ജ് 9 അന്ന് നോമ്പ് നോൽക്കാൻ നല്ലപോലെ ശ്രദ്ധിക്കണം. 1 മുതൽ 9 വരെയുള്ള ദിവസങ്ങൾ അതും പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഫിഖിന്റെ കിതാബിലും ഒക്കെ ആ ദിവസങ്ങളിൽ നോമ്പ് നോൽക്കല് സുന്നത്താണ് എന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ നോമ്പ് റമദാൻ മാസത്തിൽ നഷ്ടപ്പെട്ടു പോയവർക്ക് അവര് ഫർദായ നോമ്പ് ഖളാ കിട്ടുന്ന ഈ ദിവസങ്ങൾ ഖളാ കിട്ടുന്ന സമയത്ത് ഇതും കൂടി വെച്ചാൽ ആ ഫർദ് നോമ്പ് ഖളാ വിടുകയും ഈ സുന്നത്തായ നോമ്പ് ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ ദിവസങ്ങളിലൊക്കെ ഖുർആൻ ഓതിയിട്ടും ദിക്റുകൾ ചൊല്ലിയിട്ടും തസ്ബീഹ് ചൊല്ലിയിട്ടും അള്ളാഹുവിലേക്ക് അടുക്കാൻ നാം കൂടുതൽ ശ്രദ്ധിക്കണം. കാരണം തസ്ബീഹ് ചൊല്ലലും ദിക്റ് ചൊല്ലലും മറ്റേ അമലുകളൊക്കെ ചെയ്യല് വളരെ പുണ്യമായി ആനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദിനരാത്രങ്ങളാണ്. 3 പത്തുകളുണ്ടല്ലോ. ഒന്ന് ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിവസം, മുഹറം 1 മുതൽ 10 വരെയുള്ള ദിവസം, റമദാൻ മാസത്തിന്റെ അവസാനത്തെ 10. ഈ 3 പത്തുകളും വളരെ പുണ്യമായി നമ്മെ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദിനരാത്രങ്ങളാണ്. അതിൽപ്പെട്ട ദിവസങ്ങളാണ് നമുക്ക് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ നമ്മിലേക്ക് കടന്നു വരാൻ പോകുന്നത്. അതുകൊണ്ട് ആ ദിവസങ്ങളിൽ അശ്രദ്ധയാകാതെ അതിനുള്ള പുണ്യങ്ങളൊക്കെ നാം ചെയ്യുകയും ഖത്മ് തീർക്കാൻ കഴിഞ്ഞാൽ, അഥവാ ഒരു ദിവസം 3 ജുസ് ഓതിയാൽ ഈ 10 ദിവസം ആകുമ്പോഴേക്ക് നമുക്കൊരു ഖത്മ് തീർക്കാൻ കഴിയും. കഴിയുന്നത്ര സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അല്ലാഹു തആലക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ദിക്റാണ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അതിൽ തസ്ബീഹ് പെട്ടു, തക്ബീർ പെട്ടു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തഹ്ലീൽ പെട്ടു. അതുകൊണ്ട് ആ ദിക്റ് പരമാവധി ഈ ദിവസങ്ങളിലൊക്കെ നാം വർദ്ധിപ്പിക്കാൻ ശ്രദ്ധിക്കണം. അതോടുകൂടി പെരുന്നാൾ ദിനം ഇങ്ങോട്ട് കടന്നു വരുന്നതോടുകൂടി പിന്നെ ആ പെരുന്നാളിന്റെ രാത്രി ദുആക്ക് ഉത്തരം കിട്ടുമെന്നാണല്ലോ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോ ആ പെരുന്നാൾ ദിവസം വരുന്നതോടുകൂടി പിന്നീട് അവനിക്ക് ധാരാളം നന്മകൾ ചെയ്യാനും ധാരാളം പുണ്യങ്ങൾ വാരിക്കൂട്ടാനും പറ്റിയ ദിവസങ്ങളാണ് പെരുന്നാൾ കടന്നു വരുമ്പോൾ ഉള്ളത്. അതുകൊണ്ട് പെരുന്നാൾ നിസ്കാരം സ്ത്രീകൾ പ്രത്യേകം മനസ്സിലാക്കണം. അത് പുരുഷന്മാർക്ക് മാത്രമുള്ളതാണ് എന്ന് മനസ്സിലാക്കരുത്. സ്ത്രീകൾക്കും അത് വളരെ സുന്നത്തായ കാര്യമാണ്. പക്ഷെ അവർക്ക് അത് വീട്ടിൽ വെച്ചുകൊണ്ട് നിർവഹിച്ചാൽ മതി, പള്ളിയിൽ പോകേണ്ടതില്ല. അവർ വീട്ടിൽ വെച്ചുകൊണ്ട് നിർവഹിച്ചാൽ മതി ഈ പറഞ്ഞ സുന്നത്ത് നിസ്കാരം. പക്ഷെ അത് അശ്രദ്ധയായി പോകരുത്. അത് പുരുഷന്മാർക്കുള്ളതാണ്. അവർ വരുമ്പോഴേക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന പണിയാണ് നമുക്ക് എന്ന ഒരു ശ്രദ്ധ ആയി പോകരുത്. നമുക്ക് ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് ഉണ്ടാക്കണം. അതിൽ മോശമൊന്നും വരരുത്. പക്ഷെ അതോടുകൂടി തന്നെ അന്ന് ആ നിസ്കാരം അന്ന് രാവിലെ തന്നെ സൂര്യൻ ഉദിച്ച് ഒരു 7 മുഴം ഉയർന്നാൽ അതിന്റെ സമയമായല്ലോ. സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തിന്റെ അത്ര ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ സമയമായി കഴിഞ്ഞു. പിന്നെ ആ ആദ്യ ടൈമിൽ തന്നെ ഒരു 7 മണിന്റെ ഒക്കെ ഉള്ളിൽ തന്നെ, അങ്ങനെ കഴിയൂലെങ്കിൽ 8 മണിന്റെ ഉള്ളിലോ 9 മണിന്റെ ഉള്ളിലൊക്കെ ആയിട്ട് ആ സുന്നത്ത് നിസ്കാരം നിർവഹിക്കാൻ സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യ ടൈമിൽ തന്നെ നിസ്കരിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അതുപോലെ അന്ന് ഈ ദുൽഹജ്ജ് 9 അഥവാ അറഫാ ദിവസം, അറഫാ ദിവസത്തിന്റെ സുബഹി മുതൽ അയ്യാമു തശ്രീഖിന്റെ അഥവാ 13ന്റെ അസർ വരെ ഓരോ നിസ്കാരങ്ങൾക്ക് ശേഷവും തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. അതിന് മുഖയ്യദായ തക്ബീർ എന്ന് പറയും. അത് ചെറിയ പെരുന്നാൾക്കില്ല. ഓരോ വക്തിന്റെ ശേഷം നിസ്കാരം സലാം വിട്ടിയാൽ ഉടനെ മറ്റു ദിക്റുകളിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് തക്ബീർ ചൊല്ലുക എന്ന് പറയുന്നത് അത് വലിയ പെരുന്നാൾ ഈ ദുൽഹജ്ജ് 9ന്റെ അന്ന് അഥവാ അർഫാ ദിവസത്തിന്റെ മിൻ സുബഹി യൗമി അർഫത്ത, അർഫാ ദിവസത്തിന്റെ സുബഹി മുതൽ ഇലാ അസ്രി ആഖിരി അയ്യാമു തശ്രീഖിന്റെ അവസാനത്തെ അസ്ർ വരെ, അസ്ർ അടക്കമുള്ള നിസ്കാരങ്ങൾക്ക് ശേഷം തക്ബീർ ചൊല്ലുക എന്നത് അത് പ്രത്യേകമായ സുന്നത്താണ്. ദുൽഹജ്ജ് 9 അഥവാ 10ന്റെ രാത്രി ആയാൽ ആ രാത്രി അഥവാ 9 അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇമാം തക്ബീർ ഖുർആൻ ചെല്ലുന്നത് വരെ മുർസലായ തക്ബീർ വീട്ടിലും അങ്ങാടിയിലും റോട്ടിലും അതുപോലെ പള്ളിയിലും എല്ലായിടത്തും തക്ബീർ ചൊല്ലുക എന്ന് പറയുന്ന ആ മുർസലായ തക്ബീർ അത് പിന്നെ ചെറിയ പെരുന്നാളിന്റെ അന്നുമുണ്ട്. മാസം കണ്ടത് മുതൽ ഇമാം തക്ബീർ ഖുർആൻ ചൊല്ലുന്നത് വരെ എല്ലാ സ്ഥലത്തും തക്ബീർ. അന്ന് തക്ബീർ കൊണ്ട് അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ്, അല്ലാഹു വലിയവനാണ് എന്നുള്ള ആ തക്ബീർ കൊണ്ട് മുഖരിതമായിരിക്കണം അന്ന് അന്തരീക്ഷവും അവന്റെ വീടും പരിസരവും ഒക്കെ. അപ്പൊ അതുകൊണ്ട് ആ പുണ്യങ്ങള് നമുക്ക് വാരിക്കൂട്ടാൻ സാധിക്കണം. അതിനുള്ള ദിവസങ്ങളാണ്
ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ നമ്മിലേക്ക് കടന്നു വരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മാസത്തിന്റെ പവിത്രത മനസ്സിലാക്കി അതിലുള്ള പുണ്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.